യൂബർ ഡ്രൈവർ കാറിൽ പൂട്ടിയിട്ട് ക്രൂരമായി മർദ്ദിച്ചെന്ന പരാതിയുമായി സോഷ്യൽ മീഡിയയിൽ വൈറലായ അലൻ ജോസ് പെരേര മർദ്ദനമേറ്റിട്ട് ശരീരത്തിന് നുറുങ്ങുന്ന വേദനയെന്ന് അലൻ ജോസ് പെരേര പരാതിപ്പെടുന്നു. പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും അലൻ ജോസ് പറഞ്ഞു. സഹിന ആന്റണി അലനുമായി സംസാരിച്ചു. കേൾക്കാം. സോഷ്യൽ മീഡിയയിലെ വൈറൽ താരമായിട്ടുള്ള അലിൻ ജോസ് പെരേര ഇപ്പോൾ പോലീസിന് ഒരു പരാതി നൽകിയിരിക്കുകയാണ്. അലിന് ക്രൂരമായി മർദ്ദനമേറ്റു എന്നുള്ളതാണ് അലിൻ്റെ പരാതി. ഇന്നലെയാണ് അലിനെ ക്രൂരമായി മർദ്ദിച്ചത് യൂബർ ഡ്രൈവർ. എന്തായാലും അലിനോട് തന്നെ കാര്യങ്ങൾ ചോദിക്കുക. അലിന് കാര്യമായി മർദ്ദനമേറ്റു, ഇടി കിട്ടിയോ, എന്താ സംഭവിച്ചത്? ഞാൻ ആരെയും അങ്ങനെ ഉപദ്രവിക്കാൻ പോകാറില്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെ എന്നെ ഉപദ്രവിക്കാമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. കാരണം ഞാനൊരു ചേട്ടനെ പോലെ കണ്ടൊരു, എനിക്ക് സ്വന്തമായിട്ട് ചേട്ടന്മാരില്ലെങ്കിൽ പോലും ഒരുപാട് കസിൻസ് ആൾക്കാരെ പോലും നമുക്ക് ഇപ്പോൾ കൂടെയില്ല. പക്ഷേ ആശിഷ് എന്ന് പറഞ്ഞ വ്യക്തി ഒരു ചേട്ടനെ പോലെയായിരുന്നു 2 വർഷമായിട്ട്. ഇന്നലെ ആ ഒരു മർദ്ദനം ഓർക്കുമ്പോൾ തന്നെ സങ്കടം വരുന്നുണ്ട്. ഇപ്പോൾ കാരണം ഇന്നലെ ഭയങ്കരമായിട്ട് കരഞ്ഞിട്ടാണ് ഞാൻ വീട്ടിലേക്ക് വന്നത്. കാരണം ഭയങ്കരമായിട്ട് ഇടി കൊണ്ടിട്ട് വേദന കൊണ്ട് പൊളയണമായിരുന്നു ഇന്നലെ. കാരണം കഴുത്തിലും ഇവിടെയൊക്കെ ഭയങ്കരമായിട്ട് നീരുണ്ടായി. ഇപ്പം നീര് കുറഞ്ഞിരിക്കുന്നതാണ്. ജോസേട്ടാ എന്ത് കാര്യമായിട്ട് നമ്മൾ ഇതുവരെ ആരെയും ഉപദ്രവിക്കാനും ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ആരും പോകാറില്ല. നമ്മളൊരു ഉപദ്രവം ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. നമ്മളെന്താണ് ഇങ്ങനെ വീട്ടുകാർ പിന്നെ ഇങ്ങനെ വൈറലായെന്നും പറഞ്ഞ് ഉപദ്രവിക്കണമെന്ന് നമുക്ക് അറിയത്തില്ല. ഇന്നലെ ഇവൻ്റെ ആ കരച്ചിൽ കണ്ടപ്പോൾ തന്നെ ഓടി, നമ്മൾ കിടന്ന് ഉറങ്ങണമായിരുന്നു. അപ്പോൾ ഇവൻ കരഞ്ഞിട്ടാണ് ഓടി വന്നേക്കണത്. അപ്പോൾ ആ പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് നമുക്കറിയത്തില്ലല്ലോ ഇവൻ്റെ ഈ കരച്ചിൽ കാണുമ്പോൾ. പിന്നെ അവൻ്റെ മുഖമൊക്കെ നോക്കി നമ്മൾ നിരീക്ഷിച്ചിട്ട് ഇവനെ സമാധാനമാക്കിയിട്ട് അവനൊന്ന് വിളിച്ച്, അപ്പോൾ അവനെ വേറെ എന്തോ ഇത് അഭിലാഷ എന്ത് ഇവരെ അറിയോ? ഇവിടുത്തെ സ്ഥലം കൗൺസിലർ കൂടിയാണ് അഭിലാഷ്. എനിക്ക് ചെറുപ്പം മുതൽ അറിയാവുന്ന ആളുകളാണ് ജസ്ലി, ലോറൻസ് പെരേരയും അലിനും ഒക്കെ. ഞങ്ങൾ ചെറുപ്പം നിരന്തരം കാണുന്ന ആൾക്ക്. ഇവരൊരു ഉപദ്രവം ഒരാൾക്കും ഉണ്ടാക്കിയതായിട്ട് എൻ്റെ അറിവിലില്ല. ഇന്ന് പുലർച്ചെയാണ് ഞാൻ ഇവർ അറിയുന്നത്. അലിൻ വന്ന് എൻ്റെ അടുത്ത് പറയുമ്പോഴാണ് അറിയണത്. അത് ശരിക്കും ശരിക്കും അയാൾക്ക് ഈ മർദ്ദനമേറ്റിട്ട് അയാൾക്ക് തലക്കും നെഞ്ചിനും മുഖത്തും ഒക്കെ പാടുകളും ഇടിയും ഹോസ്പിറ്റലിൽ പോകാൻ വലിയ രീതിയിലുള്ള ശാരീരിക അസ്വസ്ഥത പുള്ളിക്കുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കൊരു പരാതി പോലീസിന് നൽകാം. പോലീസിനെ വിവരം അറിയിച്ചിട്ടുണ്ട്. ഇതിങ്ങനെ അയാളുടേതായിട്ടുള്ളൊരു വഴി തെളിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ശാരീരികമായിട്ട് ഉപദ്രവിക്കുന്നത് ഈ ശാരീരികമായി ഉപദ്രവിക്കേണ്ട കാര്യമില്ല. കാണുന്നവർക്ക് കാണാം, അല്ലാത്തവർക്ക് ഇത് ഉപേക്ഷിച്ച് കളയാം അല്ലേ? ഇത് നമ്മളെല്ലാവരും കാണുക. ഈ അലിൻ ജോസിനെ നമ്മളെല്ലാവരും മൊബൈലിലൂടെ ഒരു തവണയെങ്കിലും വീക്ഷിച്ച ആൾക്കാർ, അല്ലെങ്കിൽ നിരന്തരമായിട്ട് കാണുന്ന ആൾക്കാരുണ്ട്. ആവശ്യമില്ലാത്ത ആൾക്കാർക്ക് അത് സ്കിപ്പ് ചെയ്ത് പോകാനുള്ള ഓപ്ഷൻ നമ്മുടെ തന്നെ ഉള്ളപ്പോൾ എന്തിനാണ് ഇങ്ങനെ ശരിക്കും കാറിൽ പൂട്ടിയിട്ട് മർദ്ദിച്ചെന്നാണ് ഇങ്ങനെ പറഞ്ഞത്. ലാസ്റ്റ് ആ ലോക്ക് തുറക്കാൻ പണി വിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടി വേറെ യൂബർ വിളിച്ച് വീട്ടിലേക്ക് വന്നൊരു ഇതൊരു ശരിയായ നടപടിയല്ല. കാരണം ഒരു ചെറുപ്പക്കാരനെ കാര്യമായി തന്നെ മർദ്ദിക്കുന്നത്, അത് ഇന്നലെ അയാൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. എന്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ പലതും ഉണ്ടാകും. നമ്മൾക്ക് ഒരാളെ ഇഷ്ടമല്ലായിരിക്കും, ചിലപ്പോൾ ഇഷ്ടമാകാം. അതിന് പേരിൽ അയാളെ മർദ്ദിക്കുക എന്ന് പറയുന്നത് ശരിയായ ഒരു സമീപനമല്ല. അയാൾക്ക് കാര്യമായി മർദ്ദനമേറ്റിട്ടുണ്ട്. അയാൾക്ക് ഇന്നലെ ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഈ മർദ്ദിച്ചത് മാത്രമല്ല, അയാളെ ഒരു കാറിൽ പൂട്ടിയിട്ട് അയാളെ മർദ്ദിച്ചു എന്നുള്ളതാണ്. രക്ഷപ്പെടാൻ പോലും കഴിയാത്ത രീതിയിൽ അയാളെ മർദ്ദിച്ചു. ആ ഒരു രീതി ശരിയായ രീതിയല്ല. കൃത്യമായ നിയമ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല ആ ചെറുപ്പക്കാരന് കാര്യമായി മർദ്ദനമേറ്റിട്ടുമുണ്ട്. ഒരു മനുഷ്യനോട് നമുക്ക് പല രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം. പക്ഷേ ആ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ അയാളെ ഒരു കാറിൽ പൂട്ടിയിട്ട് മർദ്ദിക്കുന്നത് ശരിയല്ല. കാരണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മൊബൈൽ ഫോണിൽ നമ്മൾക്ക് ഇഷ്ടമുള്ള വീഡിയോസ് കാണാം. ആ വീഡിയോ മാറ്റാനുള്ള അവകാശവും നമ്മൾക്കുണ്ട്. അതുകൊണ്ട് ഒരു ചെറുപ്പക്കാരനെ ഇങ്ങനെ മർദ്ദിക്കുന്നത് ശരിയായ രീതിയല്ല എന്നാണ് പറയാനുള്ളത്. ഉറപ്പായും സഹിൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്യാനുള്ള അവകാശമുണ്ട്. അതിന് ആക്രമണമല്ല ആ ഒരു മറുപടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.